ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മക്കളെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം അല്ലേ? സ്വാഗതം. അപ്പോൾ നമ്മൾ റമദാൻ 1 നമ്മൾ റമദാനിനെ വരവേറ്റു. റമദാൻ എത്തി നമ്മളെ അടുത്തേക്ക്. എന്തായാലും റമദാൻ കഴിയുന്നവരെ എല്ലാവർക്കും ആരോഗ്യത്തോടെ എല്ലാം മുഴുവൻ നോമ്പും ഒരു കുഴപ്പമില്ലാണ്ട് എടുക്കാനും അതുപോലെ നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. പിന്നെ അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടോ? ഉമ്മ അവിടെ നിന്നാണ് വരുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. ഉമ്മക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. അപ്പം ഞാൻ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉമ്മക്ക് എന്തൊക്കെ കുറവ് ഏതൊക്കെ കൂടുതലെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഉമ്മാനോടാണ് പോരാൻ പറഞ്ഞു. എന്താ വെച്ചാൽ വാങ്ങിയിട്ട് നമുക്ക് പിന്നെ പോകാൻ മതി. നോമ്പിന് നല്ല രീതിയിൽ അടിപൊളിയാക്കണല്ലോ അല്ലേ? എവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നല്ല നിങ്ങളെ കാണിയാ? എന്നിട്ട് ഞാൻ ബസ്സിന് വന്ന് ഞാൻ പെട്ടെന്ന് മന വിളിച്ചിരുത്തി ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നോമ്പിന് സാധനങ്ങൾ എന്തൊക്കെ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വാങ്ങുമ്പോൾ ചിലപ്പോ ഇനി കുറവുള്ളതാ, ഉമ്മാക്ക് വേണ്ടാത്തൊക്കെ ആയിട്ട് ഏതൊക്കെ ഉണ്ട്. അപ്പൊ ഉമ്മ വന്നിട്ട് ഉമ്മാനെ കൂട്ടിയിട്ട് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇനി എല്ലാ നോമ്പിനുള്ള സാധനങ്ങൾ നോമ്പ് മുഴുവനുള്ള അല്ലാതെയും സാധനം കൊടുക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, നോമ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നോമ്പ് നമുക്കൊരു ഉന്മേഷമുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ അതുപോലെ നല്ല വസ്ത്രങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയമല്ല. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ സാധനങ്ങൾ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് ഉമ്മ വാങ്ങണം. അപ്പോൾ അതിനാണ് ഉമ്മനെ വിളിച്ചെത്തിയത്. നിങ്ങൾ പറഞ്ഞ സാധനം ബാക്കിലുണ്ട്, അതുണ്ടോ നോക്കിക്ക്. അവിടെ അല്ല അത് കിട്ടി, അടുത്ത വെച്ചോളി. ഇപ്പം തന്നെ അടുത്തല്ലേ അത് നിങ്ങളെ കവർ കിട്ടണേ. വേറെ ഒന്നുമല്ല, അത് നിസ്കാര കുപ്പായാണ്. അതായത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിസ്കാര കുപ്പായം ശരിക്കും നോമ്പിന് പുതുതായിട്ട് ഉപയോഗിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വസ്ത്രങ്ങൾ മാറ്റിയിടുന്നുണ്ട്. പക്ഷെ നിസ്കാര കുപ്പായൊക്കെ ആൾക്കാർ മാറ്റി ചിലപ്പോൾ കൊല്ലത്തിന് 2 കൊല്ലത്തിലൊക്കെ വരാം അല്ലേ? അപ്പൊ ശരിക്കും നിസ്കാരത്തിന്റെ വസ്ത്രമാണ് നമ്മൾ എപ്പോഴും നല്ല വസ്ത്രങ്ങൾ ആക്കി എടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മളെ കടയിലുണ്ട് കേട്ടോ സാധനം. ആവശ്യമുള്ളവർ വാങ്ങിയ ചെറിയ വില. പ്യുവർ ഇത് വെള്ളയാണ്, പ്യുവർ വൈറ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ സാധാ നിസ്കാര കുപ്പായം മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നത്. പുള്ളിയും കുത്തൊന്നുമില്ല. പുള്ളിയും കുത്തൊക്കെ ചില ആളുകൾക്ക് നിസ്കരിക്കുമ്പോൾ അതിമൊക്കെ ശ്രദ്ധ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പൊ നമ്മള് അല്ല വൈറ്റ് ഉള്ളു നമ്മളെ കയ്യില്, വെറും വൈറ്റ്, സാധാ വൈറ്റ്. അപ്പൊ അത് നിസ്കാരക്കുപ്പായം വേണ്ടല് ഹൈർ ഓണസ്റ്റോന്റെ പേജിൽ ഉണ്ട് സാധനം. നമ്പർ എടുക്കുക, അയക്കാം. 350 റുപ്യാണ്, ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് 310 തരും. XL ഉണ്ട്, XXL ഉണ്ട്, 3XL ഉണ്ട്, 3 സൈസും ഉണ്ട്. അത്രയും വലുതാണ്, നല്ല അടിപൊളി ഐറ്റാണ്. ചെറിയ വിലക്കാണ് നമ്മൾ വിൽക്കുന്നത്. കാരണം നിസ്കാര കുപ്പായത്തിൽ നമ്മൾ എന്തിനാ ലാഭമൊക്കെ എടുക്കണം, ആൾക്കാർ നിസ്കരിക്കട്ടെ. അപ്പൊ ഇത്രയും ദിവസം തിരക്കായിരുന്നു ഉമ്മാക്ക് സാധനം മേടിക്കാൻ. കാരണം കടീത്തെ തിരക്ക്, ഇമ്മാക്ക് വയ്യാത്തത്. ഞങ്ങളിപ്പോ പോകുന്ന തന്നെ പിന്നെ ഉമ്മാക്ക് ശരിക്കും 2-3 ആൾക്കാർ വേണം, ഒപ്പം നിൽക്കണം. അപ്പൊ പെട്ടെന്ന് പോകണം ഉമ്മാക്ക് സാധനം മേടിച്ചിട്ട്. പിന്നെ കടീത്തെ തിരക്കും പിന്നെ ഓർഡർ എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ തിരക്ക്. അപ്പൊ സാധനങ്ങൾ മേടിക്കണം കേട്ടോ. കാണാം, ബാക്കി വീഡിയോ കാണിങ്ങള്. അരി മതിയോ? ഇനി പഞ്ചസാര, ബാക്കി സാധനങ്ങള്. ഇതെന്താ നോക്കണു? വെറുതെ തന്നതാ സാധനങ്ങൾ അവർക്ക് മേടിച്ചേ. ഇനി പച്ചക്കറി മാത്രമേ ഉള്ളൂ മേടിക്കാൻ. പച്ചക്കറി മേടിച്ചോളുണ്ട്. ചേച്ചി പഞ്ചസാര ഇവിടെ തൂക്കിയ പഞ്ചസാര ഒരു 3 കിലോ എടുക്ക്. 3 കിലോ പോലെ പഞ്ചസാര ഒരു 3 കിലോ. ഇനി എന്താ വേണ്ടത്? അരിപ്പൊടിയോ? ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കോട്ടോ. എടുത്തോ. അരിപ്പൊടി കൊണ്ടാണ്, അരിപ്പൊടി കൊണ്ടാണ് ഉമ്മ ഇഡലി ചൂടല്. അടുത്തെടുക്ക് സാധനം എടുക്കും. അണ്ടിക്ക് മുന്തിന് ലൂസാക്കാരം പാക്കറ്റ് ഉണ്ടാവും അവിടെ. വരും ഇങ്ങോട്ട് വരും. ഈത്തപ്പഴത്തിന് നല്ലത് നോക്കിയാ നമ്മൾ ശുക്രിയാണത്. ഈത്തപ്പഴം വേണ്ടേ? ആകെ വേണ്ടത് ഇതാണല്ലേ ഈത്തപ്പഴം. ഇതൊന്നും എടുക്കുന്ന അതിനുള്ള ചേതച്ചെടുത്തോ. ഈ 2 നമ്മൾ ഈത്തപ്പഴം ഇത് കുറച്ച് ശുക്രി എടുക്ക്. ശുക്രിയല്ലേ? വേറെ ഏതാ? ശുക്രിയാണ് നല്ലത്. ആന്ന് വേണ്ട, 1/4 കിലോനോ എടുത്താൽ മതി. 1/2 കിലോനോ കുറച്ച് വെച്ചോ. ഏതാ നല്ലത് നോക്കും. ശുക്രി അല്ലേ ഉള്ളത്? ശുക്രി എത്ര വില? ശുക്രി എത്ര വില?
അങ്ങനെ എല്ലാം ആയിട്ടുണ്ട് ഉമ്മാടെ. ആയില്ലേ? കഴിഞ്ഞില്ലേ? ഇനി ഒന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടോ? എന്നാ നടക്കേ. എൻ്റെ രണ്ടോടത്തേക്കുള്ളതായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്കുള്ള ഏതാ? ചെറുത്. വലുതായിരിക്കാം. ആയിക്കോട്ടെ, ബെല്ലടിക്കാം. അങ്ങനെ മക്കളെ നമ്മൾ വീട്ടിലേക്ക് എത്തി. ചെടികള് അത് നമ്മൾ എന്നും ഉള്ളത് തന്നെ. ചെടികൾ വലുതാവുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്ര വലുതുണ്ട്. ഞാൻ പിന്നെ എപ്പോഴും വരലുണ്ട്. അന്നമ്മ പിന്നെ വരാൻ എങ്ങനെയൊക്കെ സമയം കിട്ടണ ഓരോരുത്തരെ നോക്കണ്ട കടമണക്കല്ലേ. തുറക്കിമ്മ, അതിൽ തുറക്കിമ്മ. മറ്റേ കവറോ? മറ്റേ കവറുമ്മാൻ്റെയൊക്കെ പൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ വെള്ളം ഉണ്ടല്ലോ, നമുക്ക് കുഴൽക്കിണറുണ്ടല്ലോ, അതിന്റെ ആവശ്യമില്ല വെള്ളം. ഞാൻ പറഞ്ഞു അങ്ങോട്ട് വെച്ചോളി, അവിടുന്ന് മാറ്റിയിട്ട് എന്നിട്ട് ഇങ്ങോട്ട് വെച്ചതാ. ഇപ്പൊ പൂന്തോട്ടായില്ലേ, കൃഷിത്തോട്ടായില്ലേ. ഇത് വെട്ടിയതാണ് ഇപ്പൊ ഇന്നലെ. ഇവിടെ പാമ്പിനെ കണ്ടിട്ട് ബൈക്കൂടെ അരിച്ച എവിടക്കോ ബൈക്കൂടും. അത് പോയിട്ട് വേറെ ആക്കി. തുറക്കി. പാമ്പ് വന്നത് അതിശയൊന്നുമില്ല. എവിടെ നോക്കിയാലും ചെടിയാണ്. ഓക്കെ, യെസ്. അന്ന് പകുതി പകുതി തേങ്ങച്ചും കൂടി അവകാശമുണ്ട്. ഞാൻ അന്ന് ഏണം കൊടുത്തു, ബാക്കിയുണ്ട്. നമ്മളെ ആകെ ഒരു തെങ്ങാണുള്ളത്, അയിമന്ന് കിട്ടിയതാണ്. 30 കിട്ടിയ 15 ആയിക്കോട്ടെ, ശരി. എന്തത് മക്കളെ, നമ്മള് നോമ്പായിട്ട് എല്ലാ റൂമും വീടും ഒക്കെ പുതിയ വീട്ട് ഒരുങ്ങി. കാരണം എന്താ വെച്ചാൽ എല്ലാം അടുക്കി പെറുക്കി ഒക്കെ അടിച്ച് വൃത്തിയാക്കി നേരെ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയും ഒക്കെ സൂപ്പറാണ്. നമുക്ക് വരാൻ പറ്റിയിട്ടില്ല, അമ്മ വെയ്യാണ്ടോ ആയതുകൊണ്ട് ക്ലീനിങ്ങിനൊന്നും. പക്ഷെ ഉമ്മനെ ഒക്കെ ചെയ്തിട്ടുണ്ട്, പതുക്കെ പതുക്കെ ഒക്കെ ഉഷാറായി ചെയ്തിട്ടുണ്ട്. ഇഡ്ഡലി എല്ലാം ഉഷാറായിക്കൊണ്ടില്ലേ. ഞാൻ വീട് സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്ത് നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞിക്കൂടെ വന്നു. ഉഷാറായി വൃത്തിയായിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള നോമ്പിനുള്ള എല്ലാ സാധനങ്ങളും ആയില്ലേ? ഇനി കുറവൊന്നുമില്ലല്ലോ, ഉഷാറായില്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, സാധനം ഇവിടെ എത്തും, അല്ലെങ്കിൽ ഞാനിവിടെ എത്തും. പിന്നെ മാത്രല്ല ഉമ്മാക്ക് വയ്യാത്തോണ്ടാണ് ലേറ്റ്. ഞാൻ ഇന്നലെ ഞാനൊക്കെ കരുതിയതാണ്. പിന്നെ കടിയിലെ തിരക്ക് പറയണോ? അപ്പൊ പിന്നെ ഇനി മെസ്സേജുകൾ ഒരുപാട് നോക്കാണ്ട്, സാധനങ്ങൾ കൊടുക്കാണ്ട്, വീഡിയോ എടുക്കാണ്ട്. അതിന്റെ ഒക്കെ അടിയിൽ ഉമ്മമ്മയും പിന്നെ വീട്ടിലാണല്ലോ. പിന്നെ ഞങ്ങൾ 2 ആള് വേണം ശരിക്കും, 2-3 ആള് വേണം. മുർഷിയും ഞാനും ഇവിടെ കൊണകലമ്മാനെ ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ എടുത്ത് കൊണ്ടുപോകണം. ഒരാൾ കാലുമ പിടിക്കണം. പിന്നെ നമ്മൾ കസലിട്ട് നിങ്ങൾ കണ്ടില്ല അന്ന്. അപ്പൊ അതാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാതെ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ സെയില് നമുക്ക് വീട്ടിലാണെങ്കിലും സെയില് നമുക്ക് നടക്കും, അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് പുറത്തത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് പിന്നെ പോകാൻ പറ്റില്ല. വീഡിയോസ് ഒരുപാട് പെൻഡിങ് കിടക്കുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ ചെയ്യാണ്ടില്ല രസലിയായി ഒക്കെ. നോമ്പിന് ക്ഷീണമുണ്ട് എനിക്ക്. അല്ല, മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കും ക്ഷീണമുണ്ട്. നിങ്ങൾക്ക് ക്ഷീണം ഉണ്ട്. പിന്നെ അപ്പോൾ ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയാല്ലേ. ഉഷാറാവട്ടെ. എന്തായാലും നോമ്പൊക്കെ എല്ലാവരും നമുക്ക് നല്ല പുണ്യമാക്കപ്പെട്ട മാസമാണ്. എല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്യാം അല്ലേ. അപ്പൊ പ്രത്യേകം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തി, അതുപോലെ ഞങ്ങളെയും പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തും. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ ഞങ്ങൾ പോവുകയാണ്. നിങ്ങൾ നോമ്പറക്കാൻ നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായത് കൊണ്ടാണ് നിൽക്കാത്ത. നിങ്ങൾ എന്ത് ചെയ്യും, നോമ്പറക്കാനൊക്കെ അങ്ങോട്ട് വരും അല്ലേ ലാസ്റ്റ്. അപ്പോൾ എല്ലാ ഉഷാറ് നോമ്പറഞ്ഞ് ഉണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. നിങ്ങളപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരിക, നമ്മളിങ്ങോട്ട് വരാത്തതുകൊണ്ടല്ല. നിങ്ങൾക്ക് അറിയാലോ അപ്പത്തെ എത്ര കാലം വന്നിരുന്നല്ലോ. അപ്പം ഉമ്മാൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം ബാത്റൂമിലൊക്കെ പോകാൻ ഒരു 2-3 സഹായം വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് എവിടേക്കും പോകാനും പറ്റണില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടി ദുആ ചെയ്യാം. അപ്പോൾ അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ഓക്കെ, ബൈ.